ഇവിടെ കഴിഞ്ഞ ദിവസം ജൂലൈ 21 രാത്രി വൻ സംഭവങ്ങളാണ് ഡൽഹി ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ളത്. നിഹാക് സിക്കിം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഈ CJP പ്രോട്ടസ്റ്റിലേക്ക് വന്നത് എൻട്രായതോടെ തന്നെ അവിടുത്തെ കളി മാറി. ഇവന്മാര് വാളൊക്കെ വീശിയിട്ടുള്ള വൻ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രി RIF ഉദ്യോഗസ്ഥന്മാരെ പ്രോട്ടസ്റ്റുകാർ തല്ലുന്ന വീഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. വലിയൊരു വയലൻസ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. രാത്രി 8 മണിക്കും 9 മണിക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫാർമേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹരിയാന ബോർഡറിൽ വലിയ രീതിയിൽ പഞ്ചാബിൽ നിന്ന് ഫാർമേഴ്സ് തമ്പടിക്കുന്നുണ്ടായിരുന്നു. അവർ ഓൾറെഡി തന്നെ US ഇന്ത്യ താരിഫ് ഡീലുമായി ബന്ധപ്പെട്ട് പ്രോട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ അവിടെ നടന്ന CJP കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവർ ബോർഡറിലേക്ക് എൻട്രായി. പക്ഷെ അവരെ ഡൽഹിയിലേക്ക് കടത്തിവിടാതെ പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ CJP കാർക്കും അവിടുത്തെ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസുകാർക്കൊക്കെ വലിയ രീതിയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്വിഗ്ഗി സൊമാറ്റോ വഴി അൺനോൺ പേഴ്സൺസ് ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പം ഫുഡ് ഉള്ളതിനേക്കാളും കൂടുതലായപ്പോൾ അവർ തന്നെ ഒഫീഷ്യലി ഫുഡിന്റെ ആവശ്യം ഇനി ഇല്ല എന്നുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾക്കെതിരെ പോലീസ് നടത്തുന്ന അക്രമ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് CJP കാർ തന്നെ മീഡിയാസിനെ, അതായത് ഗോഡി മീഡിയ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളൊക്കെ നടത്തിയിട്ട് മീഡിയാസിനെ പുറത്താക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സാധാരണക്കാരുടെ ജനങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ യൂത്തായിട്ട് തന്നെ വന്ന് പ്രോട്ടസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനെ റിസൈൻ ചെയ്യണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അടുത്ത 24 മണിക്കൂറിനകത്തെങ്കിലും ഈ പ്രോട്ടസ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ BJP ഗവൺമെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ അടിയായിട്ട് ഇവർക്ക് മാറും. എക്സാമ്പിൾ നമ്മുടെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ വിജയുടെ CM പദവിയിലേക്ക് വന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അത് യൂത്തിന്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയ പങ്ക് വലിയ രീതിയിലുണ്ട്. അപ്പം BJPക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മറ്റേ നാഷണൽ മീഡിയാസിനൊന്നും ഇവിടെ റോൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പലവരും ആന്റി നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവർ കൈയൊഴിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്രത്തോളം നടക്കത്തില്ല. കാരണം ഒരുപാട് യൂത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു മന്ത്രി ഒരു കുറ്റം ചെയ്താൽ ഇതേപോലെ ജനങ്ങൾ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ പദവി എന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി എല്ലാ കാലത്തും ഇനി മന്ത്രിമാർക്ക് വേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.